all, welcome to Competitive Cracker. എൻ്റെ പേര് സഫീന. അപ്പോൾ കേട്ടറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞു, പുതിയ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ്. JLT അറബിക് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്ന് ഇരിക്കുന്നുണ്ട്. NCA വിജ്ഞാപനം വീണ്ടും വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 4 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം അപ്ലൈ ചെയ്യാം. ഇന്ന് നമ്മൾ JLT പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ, എന്നാലും പൊതുവേ വരുന്ന മേഖലകളായതുകൊണ്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം നമുക്ക്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ലൊഹറത്ത് മദ്രസത്തു ദീവാൻ അലായദി ഉക്കാത്ത് വൽ മാസിനി വഡാഷ്. മദ്രസത്തു ദീവാൻ നമുക്കറിയാം അല്ലേ, നമ്മുടെ പുതിയ കാലഘട്ടം വരുമ്പോൾ അല്ലെങ്കിൽ അസ്റുൽ ഹദീസ് ഒക്കെ വരുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു പോകേണ്ട കുറച്ച് സ്കൂളുകൾ അല്ലെങ്കിൽ കുറച്ച് സംഘടനകളൊക്കെ ഉണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് മദ്രസത്തു ദീവാൻ. അപ്പോൾ മദ്രസത്തു ദീവാൻ ആരൊക്കെ കൂടിയാണ് സ്ഥാപിച്ചത് എന്നാണ്. അലായദി ഉക്കാദ് വൽ മാസിനി വഡാഷ്. 3 പേരാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഈ ഒരു മദ്രസത്തു ദീവാനെയൊക്കെ പറ്റി. ആരൊക്കെ കൂടിയായിരുന്നു ഉക്കാദ് മാസിനി? ഓപ്ഷൻസ് നോക്കിയേ. മത്റാൻ, ഷുക്രി, അബു മാലി, ജിബ്രാൻ. ആരാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഷുക്രി. ആരൊക്കെ കൂടിയാണ്? അബ്ബാസ് മഹ്മൂദ് അൽ ഉക്കാദും അബ്ദുറഹ്മാൻ അൽ ഷുക്രിയും അബ്ദുൽ ഖാദർ മാസിനിയും കൂടിയാണ് മദ്രസത്തു ദീവാൻ സ്ഥാപിക്കുന്നത്. അപ്പോൾ നമുക്ക് മദ്രസത്തു ദീവാനെ പറ്റി ഒന്ന് നോക്കിയാലോ. ഏത് വർഷമാണ് ഇത് സ്ഥാപിക്കുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 1921 മദ്രസത്തു ദീവാൻ സ്ഥാപിക്കുന്നത്. മിക്ക എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. PSCയും കേട്ടറ്റും നെറ്റിലും ഒക്കെ ചോദിച്ചു വരുന്ന ചോദ്യമാണ് മദ്രസത്തു ദീവാൻ സ്ഥാപിച്ച വർഷം. 1921 സ്ഥാപിക്കുന്നത്. ഹർക്കത്തുൻ തജ്ദീദിയ ഫി ഷഅരിൽ അറബി ലൊഹറത്ത് അലായദി അബ്ബാസ് മഹ്മൂദ് അൽ ഉക്കാദ് വ ഇബ്രാഹിം അബ്ദുൽ ഖാദർ മാസിനി വ അബ്ദുറഹ്മാൻ അഷുക്രി. ഇവര് 3 പേരും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു സംഘടന സ്ഥാപിക്കുന്നത്. അല്ലെങ്കിൽ പുതിയ ചിന്താ രീതികളൊക്കെ കൊണ്ടൊക്കെ വരുന്ന ഒരു സംഘടനയാണ് മദ്രസത്തു ദീവാൻ. ഇവർ 3 പേര് കൂടിയാണ്. ആരൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോട്ടാ. അബ്ബാസ് മഹ്മൂദ് അൽ ഉക്കാദ്, ഇബ്രാഹിം അബ്ദുൽ ഖാദർ മാസിനി വ അബ്ദുറഹ്മാൻ അഷുക്രി. ഇനിയോ സുമിയത് ബിഹാദൽ ഇസ്മി. ഇനി എന്തുകൊണ്ടാണ് മദ്രസത്തു ദീവാൻ ആ ദീവാൻ എന്ന പേരിടാൻ കാരണം? നസബഹു ഇലാ കിതാബി ഉക്കാദ് വൽ മാസിനി. ഉക്കാദും മാസിനിയും കൂടി രചിച്ച അല്ലെങ്കിൽ ഇവർ ഒരുമിച്ച് രചിച്ച ഒരു പുസ്തകമാണ്. പുസ്തകത്തിന്റെ പേരായിരുന്നു ദീവാൻ ഫിൽ അദബി വൻ നഖദി. അങ്ങനെയാണ് ഈ ദീവാൻ എന്ന പേരാണ് ഇവരൊരു സംഘടന സ്ഥാപിച്ചപ്പോൾ അവരുടെ സംഘടനയ്ക്കും നൽകിയത്. അങ്ങനെയാണ് മദ്രസത്തു ദീവാന് ദീവാൻ എന്ന പേര് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1921 ഇത് സ്ഥാപിക്കുന്നത്. ആരൊക്കെ കൂടിയാണ്? അബ്ബാസ് മഹ്മൂദ് അൽ ഉക്കാദ്, ഇബ്രാഹിം അബ്ദുൽ ഖാദർ മാസിനി വ അബ്ദുറഹ്മാൻ അഷുക്രി. ഇവർ 3 പേര് കൂടി ചേർന്നാണ് ഈ സംഘടന സ്ഥാപിക്കുന്നത്. എങ്ങനെയാണ് ഈ സംഘടനയ്ക്ക് ഈ പേര് ലഭിച്ചത്? അബ്ബാസ് മഹ്മൂദ് അൽ ഉക്കാദും മാസിനിയും കൂടി ഒരു പുസ്തകം രചിച്ചിരുന്നു. ആ പുസ്തകത്തിന്റെ പേര് തന്നെയാണ് ഇവരുടെ സംഘടനയ്ക്കും നൽകിയത്. അപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മുഅല്ലിഫു അത്വബഖാത്തു ഫുഹൂലു ശുഅറാ. ത്വബഖാത്തു ഫുഹൂലു ശുഅറാ എന്ന ഗ്രന്ഥം ഒരു നഖ്ദി ആയിട്ടുള്ള ഗ്രന്ഥമാണ്. അതിന്റെ രചയിതാവ് ആരാണ്? ഇബ്നു സല്ലാം അൽ ജുമഹി, ഖുദ്ദാമത്ത് ഇബ്നു ജാഫർ, ഇബ്നു അബ്ദുർ റബ്ബ, ത്വഹ ഹുസൈൻ. ആരുടേതാണ് ത്വബഖാത്തു ഫുഹൂലു ശുഅറാ? ഇതും PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ത്വബഖാത്തു ഫുഹൂലു ശുഅറാ? നമ്മുടെ നഖ്ദ് പോർഷനിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. നമ്മൾ ക്രിറ്റിക്കിസം ഒക്കെ അറബിയിൽ പഠിക്കുന്നില്ലേ, ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യമാണ്. ആരുടേതാണ്? ഓപ്ഷൻ എ ഇബ്നു സല്ലാം അൽ ജുമഹി. ഇബ്നു സല്ലാം അൽ ജുമഹിയുടേതാണ് ത്വബഖാത്തു ഫുഹൂലു ശുഅറാ. അപ്പോൾ ഇനി ഈ ഗ്രന്ഥത്തെ പറ്റി നമുക്കൊന്ന് നോക്കിയാലോ. ത്വബഖാത്തു ഫുഹൂലു ശുഅറാ ഹുവ കിതാബുൻ മിൻ തഅലീഫി മുഹമ്മദ് ഇബ്നു സല്ലാം അൽ ജുമഹി. ഇബ്നു സല്ലാം അൽ ജുമഹിയുടെ ഗ്രന്ഥമാണ് ത്വബഖാത്തു ഫുഹൂലു ശുഅറാ.
വയുഇദ്ദു മിൻ അഹമ്മി മുഅല്ലഫാതിഹി, ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളിൽ ഒന്നായിട്ട് ഇതിനെ കണക്കാക്കുന്നു. വഖദ് ദക്കറ ഫീഹി ഇബ്നു സലാം, ഇനി ഇതിൽ എന്തിനെയാണ് മെൻഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനെ പറ്റിയാണ് ഇത് പറയുന്നത്? അശ്ശുഅറാഉൽ അറബ് എന്നാണ്, അറബി കവികളെ പറ്റിയാണ്. ഫിൽ ജാഹിലിയത്തി വൽ ഇസ്ലാം, ജാഹിലിയ കാലഘട്ടത്തിലെയും ഇസ്ലാമിക കാലഘട്ടത്തിലെയും കവികളെ പറ്റിയാണ് ഈ പുസ്തകത്തിൽ മെൻഷൻ ചെയ്യുന്നത്. വറത്തബഹും അല അശറത്തി ത്വബക്കാത്ത്, എന്നിട്ട് ഇദ്ദേഹം എങ്ങനെയാണ് ഈ പുസ്തകത്തിൽ ഇവരെ പ്രസന്റ് ചെയ്യുന്നത്? ജാഹിലിയ കാലഘട്ടത്തിലെയും ഇസ്ലാമിക കാലഘട്ടത്തിലെയും കവികളെ പറ്റിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇവരെ എങ്ങനെയാണ് ഇദ്ദേഹം ഈ പുസ്തകത്തിൽ പ്രസന്റ് ചെയ്യുന്നത്? ഇവരെ ഇങ്ങനെ ഓരോ ത്വബകകളായിട്ട് ഇദ്ദേഹം ക്രമീകരിച്ചു, അല്ലെങ്കിൽ 10 ത്വബകകളായിട്ട് അവരുടെ കവിതകളുടെ ആ ഒരു അജുവതായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ലതായിട്ടുള്ള ഏതൊക്കെയാണ്, അങ്ങനെ ഒരു ഓർഡറിൽ 10 കവികളെ ഇദ്ദേഹം ഓർഡറാക്കി. എങ്ങനെ? ജാഹിലിയ കാലഘട്ടത്തിലുള്ളതും ഇസ്ലാമിക കാലഘട്ടത്തിലുള്ളതായിട്ടുള്ള 10 കവികളെ ഇദ്ദേഹം 10 ത്വബകകളായിട്ട് ഇങ്ങനെ ഓർഡറാക്കി. മിൻഹ അശ്റത്ത് ത്വബഖാത്തു ശുഅറാഉൽ ജാഹിലിയ വഅശ്റത്ത് ത്വബഖാത്തു ശുഅറാഉൽ ഇസ്ലാം, ഇസ്ലാമിക കാലഘട്ടത്തിലെയും ജാഹിലിയ കാലഘട്ടത്തിലെയും കവികളെ ഇദ്ദേഹം ഇങ്ങനെ ഒരു ഓർഡർ ആക്കി. കമാ ദക്കറ ശുഅറാഉ മക്ക വ ത്വായിഫ് വൽ ബഹ്റൈൻ വ ശുഅറാഉൽ യഹൂദ അയ്ളൻ, എങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രദേശം മാത്രമല്ല, മക്കയിലെയും ത്വായിഫിലെയും ബഹ്റൈനിലെയും അതുപോലെ തന്നെ യഹൂദികളായിട്ടുള്ള കവികളെയും കൂടി, അങ്ങനെ എല്ലാവരെയും അദ്ദേഹം ആ ഒരു പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാല ഇബ്നു സലാം അൽ ജുംഹി ഫി മുഖദ്ദബത്തി കിതാബുഹു, അദ്ദേഹത്തിൻ്റെ പുസ്തകം, ഈ ഒരു പുസ്തകത്തിൻ്റെ മുഖവുരയിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ദക്കർന അൽ അറബ് വ അശ്ആരിഹ, ഞാൻ എന്താണ് ഇദ്ദേഹം ചെയ്തത്? നമ്മൾ അറബികളെയും അവരുടെ കവികളെയും പ്രസന്റ് ചെയ്തു. വൽ മഷ്ഹൂരീൻ അൽ മഅറൂഫീൻ, അതിൽ പ്രശസ്തരായിട്ടുള്ള കവികളെ മെൻഷൻ ചെയ്തു. മിൻ ശിഅറായിഹ വ ഫുർസാനിഹ വ അഷ്റാഫിഹ, കവികളെ മാത്രമാണോ? ഫുർസാനിഹ, അവരുടെ എന്താണ് നേതാക്കന്മാരല്ല, യുദ്ധ ധീരരെ, വ അഷ്റാഫിഹ, അതുപോലെ തന്നെ വലിയ വലിയ വ്യക്തിത്വങ്ങളെ അല്ലെങ്കിൽ ആദരിക്കുന്നവരെ, വ അയ്യാമിഹ, അവരുടെ യുദ്ധങ്ങളെ പറ്റിയും. ഇത് കാന ലാ യുഹാതു ബി ശഅരിൻ കബീലത്തിൻ വാഹിദ എന്നാണ്, ഒരു കവിതയിൽ ലായുഹാത്തു കവിതയിൽ ഒതുങ്ങുമായിരുന്നില്ല. കബീലത്തുൻ വാഹിദ മിൻ കബായിലെ അറബ്, ആ ഒരു അറബ് ഗോത്രങ്ങളെ എല്ലാവരും കൂടി ഉൾപ്പെടുത്തിയതാണ് ഒരു കവിതയിൽ ഉൾപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല. വകദാലിക ഫർസാനിഹ വസാദാതിഹ, അതുപോലെ തന്നെ ഇവരുടെ ഫർസാനുകളെയും വസാദാതിഹ, അവരുടെ നേതാക്കന്മാരെയും വ അയ്യാമിഹ, അവരുടെ യുദ്ധങ്ങളെ പറ്റിയും ഒന്നും ഒരൊറ്റ കവിതയിൽ ചുരുക്കി എഴുതാൻ കഴിയുമായിരുന്നില്ല. ഫക്തസർന, എന്തു ചെയ്തു? ഇവരെ എല്ലാവരെയും കൂടി ഞങ്ങൾ ചുരുക്കി. മിൻ ദാലിക അലാമാ ലാ യജ്ഹലുഹു ആലിമുൻ വലാ യസ്തഗ്നി അൻ ഇൽമുഹു നാളിറൻ ഫി അംരിൽ അറബി ഫബദഅനാ ബിശ്ശഅർ, എങ്ങനെ ഒരു ഒരു ആലിമിനെ അല്ലെങ്കിൽ ഒരു പണ്ഡിതനെ ജാഹിലിയ കാലഘട്ടത്തെ പറ്റി അല്ലെങ്കിൽ ഇസ്ലാമിക കാലഘട്ടത്തിനെ പറ്റി അന്വേഷിക്കുന്ന ഒരാൾ വിട്ടുപോകാൻ പാടില്ലാത്തതായിട്ടുള്ള അല്ലെങ്കിൽ അവൻ ജഹാലത്തിലാവാൻ പാടില്ലാത്തതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം. അങ്ങനെ ഫബദഅനാ ബിശ്ശഅർ, എങ്ങനെയാണ് ഇത് ആരംഭിക്കുന്നത്? കവിതകൾ കൊണ്ട്, ജാഹിലിയ കാലഘട്ടത്തിലെ കവികളെ കൊണ്ടിട്ടാണ് അത് ആരംഭിച്ചത്. കാരണം നമുക്കറിയാം ജാഹിലിയ കാലഘട്ടത്തിലെ കവിത എന്ന് പറയുന്നത് ജാഹിലിയ കാലഘട്ടത്തിലെ ജീവിതം അങ്ങനെ തന്നെയുള്ളതാണ്. അല്ലെങ്കിൽ ജാഹിലിയ കാലഘട്ടം എങ്ങനെയായിരുന്നു എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്താലും മതി? ജാഹിലിയ കാലഘട്ടത്തിലെ ഒരു കവിത എടുത്തു നോക്കിയാലും മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാഹിലിയ കാലഘട്ടത്തിനെ പറ്റി അന്വേഷിക്കുന്ന ഒരാൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് ഇബ്നു സലാം അൽ ജുംഹിയുടെ ത്വബഖാത്തു ഫുഹൂലു ശുഅറാ. അടുത്ത ചോദ്യം, അൽ മുഅദ്ദിബൂന ഫിൽ അർദ്, കഴിഞ്ഞ കേട്ടറ്റിന്റെ എക്സാമിന് ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ JLT അറബിക്കിനും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റിവായത്തുല്ലി ആരുടെ നോവലാണ്? തൗഫീഖുൽ ഹക്കീം, ഖലീൽ ജിബ്രാൻ, നജീബ് മഹ്ഫൂൽ, ത്വാഹ ഹുസൈൻ. ആരുടേതാണ്? ത്വാഹ ഹുസൈൻ. ത്വാഹ ഹുസൈൻ്റെതാണ് അൽ മുഅദ്ദിബൂന ഫിൽ അർദ്. അപ്പോൾ ഈ പുസ്തകത്തിനെ പറ്റി ഒന്ന് നോക്കാം. അൽ മുഅദ്ദിബൂന ഫിൽ അർദ് ഹിയ മജ്മുഅത്തുൻ ഖസസിയ, അതൊരു കഥാസമാഹാരമാണ്. ലിൽ കാത്തിബി ത്വാഹ ഹുസൈൻ, ആരുടേതാണ്? ത്വാഹ ഹുസൈൻ്റെ ഒരു കഥാസമാഹാരമാണ്. നഷറത് ഫി ബൈറൂത്ത്, ബൈറൂത്തിലാണത് പബ്ലിഷ് ചെയ്യുന്നത് 1949. യഹ്തവി അൽ കിതാബ് അല 11 ഖിസ്സ,
എത്ര കഥകളുണ്ട്? 11 കഥകൾ ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. തതകല്ലമു അൻ മആനാത്തിൻ നാസി ബിശത്താ അഷ്കാലിഹിം. എന്താണ് ഇത് സംസാരിക്കുന്നത്? മആനാത്തിൻ നാസ്, ജനങ്ങളുടെ ആ ഒരു ദുരിതങ്ങളെ പറ്റിയാണ്. ബിശത്താ അഷ്കാലിഹിം, വ്യത്യസ്ത രൂപങ്ങളിലുള്ള. സവാഉൻ അൽ ഫുഖറാ മിൻഹും അവിൽ മുഅദമീന അവിൽ മർല. ഏതൊക്കെ പോലെ? അവരുടെ ദാരിദ്ര്യം പോലെ, രോഗം പോലെയുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഈ പുസ്തകത്തിൽ സംസാരിക്കുന്നത്. വകൈഫ അന്നൽ ഹയാത്ത ലുലുമത്തുഹും, എങ്ങനെയാണ് ജീവിതം അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത് എന്ന്. അഖസത് ഹാദിഹിൽ മജ്മുഅത്തുൽ ഖസസിയ അൽ കസീറ അസ്മാത്തുൽ ഹയാത്തുൽ മിസ്രിയ അല്ലതി ആശത്ഹാ ഫി മർഹലത്തിൽ അർബഈനാത്ത്. 1940കളിൽ മിസ്റിൽ ജീവിച്ചിട്ടുള്ളവരുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അല്ലെങ്കിൽ അവർ നേരിട്ടിട്ടുള്ള പ്രയാസങ്ങളും ഒക്കെയാണ് ഈ കഥാസമാഹാരം നമുക്ക് മുൻപിൽ പ്രതിഫലിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇഷ്തഹറ ഖിസ് ഇബ്നു സായിദത്തുൽ ഇയാദി ഫി. ആരാണ് ഖിസ് ഇബ്നു സായിദത്തുൽ ഇയാദി? അദ്ദേഹം എന്തിലാണ് പ്രശസ്തനായത്? ഷിഅർ, വസ്വിയ, അൽ ഖുതുബ, അൽ ഖുതുബ, അൽ റിവായ. എന്തിലാണ് ഖിസ് ഇബ്നു സായിദത്തുൽ ഇയാദി പ്രശസ്തനായത്? അൽ ഖുതുബയിലാണ്, പ്രാസംഗികനാണ്. ഇദ്ദേഹം പ്രശസ്തനായ ജാഹിലിയ കാലഘട്ടത്തിലെ പ്രശസ്തനായിട്ടുള്ള ഒരു പ്രാസംഗികനാണ്. പ്രാസംഗികൻ എന്ന് പറയുന്നതിന് മുൻപ് അദ്ദേഹം മറ്റൊരു മേഖലയിലാണ് പ്രശസ്തനായത്, അല്ലേ? നമുക്കറിയാം, അദ്ദേഹം ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രശസ്തനായിട്ടുള്ള ഒരു നാക്കിദാണ്, നിരൂപകനാണ്. കാരണം ആ ഒരു ഉക്കാല് ചന്തയിൽ വരുന്ന കവികൾക്കും അവരുടെ കവിതകൾക്കും ജഡ്ജ് ചെയ്തിരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ന്യൂനതകളും അതിൻ്റെ കുറവുകളുമൊക്കെ പറഞ്ഞ് അത് തിരുത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. അതിന് വിധി പറഞ്ഞിരുന്ന ആളാണ് ഖിസ് ഇബ്നു സായിദത്തുൽ ഇയാദി. അപ്പോൾ ഖിസ് ഇബ്നു സായിദത്തുൽ ഇയാദിയെ പറ്റി ഒന്ന് നോക്കിയാലോ. ഹുവ ഖിസ് ഇബ്നു സായിദ ഇബ്നു അംർ ഇബ്നു അദി ഇബ്നു മാലിക് വയന്തസിബു ഇലാ ബനി ഇയാദ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമമാണ് ഖിസ് ഇബ്നു സായിദത്ത് ഇബ്നു അംർ ഇബ്നു അദി ഇബ്നു മാലിക്. വഹുവ അഹദു ഹുകമാഉൽ അറബ് വവാഹിദും മിൻ അഷ്ഹറുൽ ഖുതബ അലാ മർറ താരീഖുൽ അറബി. ഹുകമാഉൽ അറബി, അദ്ദേഹം ആരാണ്? വിധികർത്താവായിരുന്നു അറബികളിലെ. വവാഹിദും മിൻ അഷ്ഹറിൽ ഖുതബ, പ്രാസംഗികരിലെ പ്രമുഖനായിട്ടുള്ള ഒരാളാണ്. അലാ മർറ താരീഖുൽ അറബി. പിന്നെ കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്പീച്ചിന്റെ കോട്ടിംഗ് ആണ്. ഇത് മിക്ക എക്സാമിനും ഇതിന്റെ ഒരു തുടക്ക ഭാഗം ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇതിന്റെ സ്വാഹിബ് ആരാണ്, അല്ലെങ്കിൽ ഇത് ആരാണ് പറഞ്ഞത് എന്ന് ചോദിച്ചിട്ട് യാ യുഹന്നാസ് ഇസ്മാഉ വഔ എന്ന് പറഞ്ഞിട്ടാണ് ഖിസ് ഇബ്നു സായിദത്തുൽ ഇയാദിയുടെ ആ ഒരു പ്രശസ്തമായിട്ടുള്ള പ്രസംഗം ആരംഭിക്കുന്നത്. മൻ ആശ മാത വമൻ മാത ഫാത വകുല്ലു മാ ഹുവ ആത ആത. എല്ലാം ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു പ്രാസമൊപ്പിച്ച് പറയുന്ന രൂപത്തിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രസംഗമാണ്. ഈ ഒരു തുടക്കം കൊടുത്തിട്ട് ഇത് ആരുടേതാണ് എന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അടുത്ത ചോദ്യം, യുറഫു ഡാഷ് ബിഷായിറുൽ ഹുർരിയ. ഷായിറുൽ ഹുർരിയ എന്ന് അറിയപ്പെട്ടിരുന്നത് ആരാണ്? ഈലിയ, അബു മാലി, ഖലീൽ മത്രാൻ, ഖലീൽ ജിബ്രാൻ, മഅറൂഫ് അർ റസ്വാഫി. ആരാണ് ഷായിറുൽ ഹുർരിയ എന്നറിയപ്പെട്ടത്? ഓപ്ഷൻ ഡി, മഅറൂഫ് റസ്വാഫി ആണ് കറക്റ്റ് ആൻസർ. മഅറൂഫ് റസ്വാഫി ആണ് ഷായിറുൽ ഹുർരിയ എന്ന പേരിൽ അറിയപ്പെട്ടത്. റസ്വാഫിയെ പറ്റി അധികം ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് റസ്വാഫിയെ പറ്റി പഠിച്ചതാണ്. എന്നാലും നോക്കാം. അദീബുൻ വ ഷായിറുൻ വ അക്കാദമി അറാക്കി ലഹു ഇസ്ഹാമാത്തുൻ മുഅ്തബിറ ഫി ഹഖ്ലി തഅലീമി വ സഖാഫ. സാഹിത്യകാരനും കവിയുമാണ്, അത് ഇറാഖിക്കാരനാണ്. അതുപോലെ അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. എന്തൊക്കെ ഫീൽഡിൽ? എഡ്യൂക്കേഷൻ, കൾച്ചറൽ ഫീൽഡുകളിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. വുലിദ മഅറൂഫ് അബ്ദുൽ ഗനി മഹ്മൂദ് അൽ ജബ്ബാരി ഫി മദീനത്തി ബഗ്ദാദ് അൽ ഇറാഖിയ. ഇറാഖിലെ ബഗ്ദാദ് പട്ടണത്തിലാണ് ഇദ്ദേഹം ജനിക്കുന്നത് 1875. ഇനി എവിടെയാണ് മരിക്കുന്നത്? 1945 ഇദ്ദേഹം മരിക്കുന്നത്. അൻസബൈന ആമൻ, 70 വയസ്സുള്ളപ്പോഴാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോൾ അധികം കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മേഖലകളാണ്, സ്ഥിരമായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ വരാണ്. നമ്മുടെ CCയിൽ എല്ലാ കോഴ്സുകൾക്കും
20% ഓഫർ നടക്കുന്നുണ്ട്. ഓഗസ്റ്റ് 14 മുതൽ 17 വരെ അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ഈ ഒരു ഓഫർ അവൈലബിൾ ആണ്. നിങ്ങൾ JLTക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ, ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു നമ്മുടെ NCA നോട്ടിഫിക്കേഷനൊക്കെ വന്ന് കിടപ്പുണ്ട്, വീണ്ടും വന്ന് കിടപ്പുണ്ട്. സെപ്റ്റംബർ 4 അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട് എങ്കിൽ എത്രയും വേഗം പോയി അത് അപ്ലൈ ചെയ്യുക. ഇനി അപ്ലൈ ചെയ്തിട്ട് അതിനു വേണ്ടി കാത്തിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് എങ്കിൽ നമ്മുടെ കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ അനുസരിച്ച്, കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോടുകൂടി നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും. ആപ്പിലെ ക്ലാസ്സുകൾക്കൊപ്പം ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. PYQ ഡിസ്കഷൻ ഉണ്ടാകും, അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ JLTക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് എങ്കിൽ നമ്മുടെ കോഴ്സിലേക്ക് ഉടനെ ജോയിൻ ചെയ്യാം. ഇനി JLTക്ക് ഇല്ല, നിങ്ങൾ KTET 3 or 4 KTET ഇല്ലാതെ നമുക്ക് JLT അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ. KTET ഇല്ലാത്തവരാണെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട, ഉടനെ തന്നെ നമ്മുടെ അടുത്ത KTETന്റെ ഡിസംബറിൽ നടക്കാനിരിക്കുന്ന KTETന്റെ നോട്ടിഫിക്കേഷൻ വരും. നവംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഡിസംബർ ആദ്യത്തോടു കൂടി നമുക്ക് KTET എക്സാമും പ്രതീക്ഷിക്കാം. അപ്പോൾ KTETന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങളും നമ്മുടെ കോഴ്സിലേക്ക് ചേരാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിളോട് കൂടി, കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങൾക്ക് കോഴ്സ് അറ്റൻഡ് ചെയ്ത് കൃത്യമായിട്ടുള്ളൊരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ കോഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാകും. പിന്നെ KTETനെ സംബന്ധിച്ചും JLTയെ സംബന്ധിച്ചും ഒക്കെ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണമെന്നുണ്ട് എങ്കിൽ താഴെ നമ്മളൊരു ഫ്രീ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും KTET അറബിക്കിനെ പറ്റിയും JLT അറബിക്കിനെ പറ്റിയും ഒക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വീണ്ടും നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ഓഫർ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഓഗസ്റ്റ് 14 മുതൽ 17 വരെ ജോയിൻ ചെയ്യുന്നവർക്ക് ഓഫറോടുകൂടി കോഴ്സിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും, നമ്മുടെ ഓഫറിനെ പറ്റി ഫ്രണ്ട്സിനോടും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.